കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ചു നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരു ദിവസവും ഒരു നിമിഷം പോലും മാറ്റമില്ല. പുല്ലുവാടി പൂതർന്നു പോയി, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സ്വർഗത്ത് സ്ഥിരമാക്കപ്പെട്ട ഈ വചനം അയച്ച കാര്യം സാധിക്കും, പർപ്പസ് നിവർത്തീകരിക്കുന്ന വചനമാണ്, അയക്കപ്പെടുന്ന വചനമാണ്. ആത്മാവിൽ സത്യകളിൽ മജ്ജകളിൽ വേർവിടുവിക്കും വരെ തുളച്ചു കയറുന്ന വചനമാണ്. ഈ വചനത്തിന് ബന്ധനമില്ല. ഒരു ശക്തിക്കും ഈ വചനത്തെ തടയാൻ കഴിയില്ല. സകല ശക്തിയുടെ മേലും ഈ വചനത്തിന് ജയമുണ്ട്. വചനം അയച്ചവരെ സൗഖ്യമാക്കുന്നു, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിട്ടുവയ്ക്കും. ബന്ധിക്കാൻ പറ്റാത്ത വചനം, ബന്ധനമില്ലാത്ത വചനം, അതിവേഗം പാഞ്ഞു ചെല്ലുന്ന വചനം, അയച്ച കാര്യം സാധിപ്പിക്കുന്ന വചനം, കുഴികളിൽ നിന്ന് വിടുവിക്കുന്ന വചനം, സ്ഥിരമാക്കപ്പെട്ട വചനം. യെസ്, ഇന്നു പകലിലും നമ്മുടെ മേൽ വ്യാപരിക്കുക, അസൗഖ്യമായി വരിക. പ്രിയരെ, ദേശത്ത് സമാധാനം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം, ഉളവാക്കുന്ന വചനം. അവയുടെ വചനത്താൽ സകല ഉളവായെങ്കിൽ ഇന്ന് പ്രഭാതത്തിലും ചിലതിനെ ഉളവാക്കുന്ന വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. ഇല്ലാത്തതിനെ ഉളവാക്കുന്ന വചനം ഇന്ന് നമുക്ക് വേണ്ടി വെളിപ്പെടുക. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന ഇന്നും നമുക്ക് ധൈര്യത്തോടെ പ്രഖ്യാപിക്കാം. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും യഹോവയുടെ ദയ നമ്മെ വിട്ടു മാറുകയില്ല. അവിടുത്തെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ലെന്നോ യഹോവയുടെ അരുളപ്പാടാണ്. ഉറച്ചു നിൽക്കുമെന്ന് ചിന്തിക്കുന്ന പലതും മാറിപ്പോയാലും യഹോവയുടെ ദയയ്ക്ക് മാറ്റമില്ല. 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ദൈവം. വചനം പറയുന്നു, യാക്കോബിൻ്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ ദയ ഉണ്ടാകട്ടോ. എത്രയോ തവണ തകർന്നു പോകേണ്ട സമയങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ ദയാൽ നമ്മളെ താങ്ങിയില്ലേ. കൽവഴുതിയ സന്ദർഭങ്ങളിൽ മഹാദയാൽ നമ്മളെ താങ്ങിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടത്തേക്ക് സ്തോത്രം ചെയ്യാം. ഉന്നതനായ ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിലും വെളിപ്പെട്ടു വരട്ടെ. അൽഫയും ഒമേഗയുമായവൻ നമ്മുടെ കൂടെ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നമ്മുടെ മേൽ വെളിപ്പെടുത്താൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. മരിച്ചവരെ ജീവിപ്പിക്കുന്നവരില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അബ്രഹാം ശരീരത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചു, സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചു, സത്യമാണ്. പക്ഷേ താൻ ഉയരത്തിലേക്ക് നോക്കിയൊരു പ്രഖ്യാപനം ചെയ്തു, വാഗ്ദത്തം ചെയ്തവൻ പൂർണ്ണമായി നൽകുവാൻ ശക്തനെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഉറച്ചിരിക്കുന്നു.
ഈ ഒരു ഉറപ്പ് സാഹചര്യങ്ങൾക്ക് അതീതമായി, ഡോക്ടേഴ്സിൻ്റെ കുറിപ്പടികൾക്ക് അതീതമായി, മെഡിക്കൽ സയൻസിൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് അതീതമായി, രാജ്യങ്ങളുടെ നിയമങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ തൻ്റെ ജനമൊന്ന് തിരിച്ചറിഞ്ഞ് ആത്മശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സാഹചര്യങ്ങൾക്ക് അതീതമായി, ഒന്നുകൂടെ പറഞ്ഞാൽ ആശയ്ക്ക് വിരോധമായി. ആശ നോക്കിയാൽ ഒന്നും നടക്കില്ല, തീർന്നു, സാധ്യതകൾ അടഞ്ഞു, ഇനി കാണാൻ പറ്റില്ല, ഉണ്ടാവില്ല, സകലവും ജീർണിച്ചു. പക്ഷേ അതിന് വിരോധമായി ആശയോടെ അല്ലെങ്കിൽ പ്രത്യാശയോടെ ഞാൻ സേവിച്ചു വരുന്ന എൻ്റെ ദൈവത്തിന് ഇത് കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. യശയ്യാപ്രവചനം 42:7 യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികൾക്ക് പ്രവാസവും. 1 ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. ദൈവം താങ്ങുന്ന ദൈവത്തിൻ്റെ ദാസൻ എങ്ങനെയായിരിക്കും? അതൊരു പ്രവചന ഭാഗമാണ്. നമുക്കറിയാം, കുരുട്ട് കണ്ണുകളെ തുറക്കാൻ, ബദ്ധന്മാരെ കൊണ്ടുവന്ന് വിടുവിക്കാൻ, അന്ധകാരത്തിലിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു എന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. അപ്പം ദൈവം താങ്ങുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ള മനുഷ്യൻ ഈ പ്രവചന പുസ്തകത്തിലൊക്കെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടുകൾ ആഴമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം താങ്ങുന്ന മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചത് നീതിയോടെ. അതിൻ്റെ അർത്ഥം നീതിമാനായ ദൈവമാണ് നമ്മളെ വിളിച്ചത് എന്നുള്ളത് കൊണ്ട് ആ വിളി നീതിയോടെയുള്ള വിളിയാണ്. അപ്പം നമുക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്ന സർവശക്തനായൊരു ദൈവമാണ് നമ്മളെ വിളിച്ചത്. അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ. യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട്, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്റെ കരത്തിൽ പിടിക്കാനും നിനക്ക് കൈത്താങ്ങൽ നൽകാനും ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാനും, മാനുഷികമായി നീ ആരെയും കാണാതിരിക്കുമ്പോൾ ഇപ്പുറത്തൊരു ശബ്ദം ഇന്ന് പകൽ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, മറ്റാരെങ്കിലും കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടതയുടെയും വേദനയുടെയും തീച്ചൂളയുടെയും നടുവിൽ അവരിട്ടേച്ചു പോകും. പക്ഷേ കഷ്ടതയുടെയും സങ്കടങ്ങളുടെയും പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്റെ കരത്തിൽ ഒരുവൻ നീ കയറി പിടിച്ചതല്ല, അവിടുന്ന് പ്രിയരെ നമ്മുടെ കരത്തിൽ കയറി പിടിച്ചിട്ടുണ്ട്. ഇട്ടേച്ചു പോകുന്നവനല്ല, പറ്റില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവനല്ല, കൂരിയുടെ താഴ്വരയിലും കരത്തിൽ പിടിച്ച മരണത്തിൻ്റെ നിഴലിലും നടത്താൻ കഴിവുള്ള ഒരുവൻ, വഴി കാണിക്കുന്ന ഒരുവൻ, വഴിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന ഒരുവൻ, മുൻപോട്ട് പോകാൻ പറയുന്ന ഒരുവൻ, ചെങ്കടലിലും ഇറങ്ങി വരുന്ന ഒരുവൻ, അവിടുന്നാണ് നമ്മുടെ കരത്തിൽ പിടിച്ച് കാക്കുന്നത്. എന്താ വെച്ചാൽ, ശക്തമായ വെല്ലുവിളികൾ 4 സൈഡിൽ നിന്ന് വരുമ്പോഴും അത് നമ്മളെ ജയിക്കില്ല. കാരണം നമ്മുടെ കരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് എന്ന് ആ ശക്തികൾക്ക് മനസ്സിലാകും. അവർ ഭയപ്പെട്ട് പുറകോട്ട് പോകും. കാരണം പിടിച്ചത് ആരാന്ന് അവർക്കറിയാം. നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എൻ്റെ കരത്തിൽ പിടിച്ചവൻ ആരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്നു, നമ്മൾ തലകുനിക്കപ്പെടാൻ പോകുന്നു ചിന്തിക്കുന്നു, നിരാശയകത്ത് വരുന്നു, ഉറക്കം കെടുന്നു, ബലം നഷ്ടപ്പെടുന്നു. കാരണം എന്താണ്? നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല, നമ്മുടെ കരത്തിൽ പിടിച്ചവൻ ശക്തിവാനല്ലേ, ഉന്നതനല്ലേ, സർവശക്തനല്ലേ സഹോദരങ്ങളെ, ഉടയവനല്ലേ കരത്തിൽ പിടിച്ചത്, ജീവിപ്പിക്കുന്നവനല്ലേ കരത്തിൽ പിടിച്ചത്, സകല അധികാരങ്ങൾ ഉള്ളവനല്ലേ കരത്തിൽ പിടിച്ചത്. അങ്ങനെയെങ്കിൽ അവിടെ നിങ്ങളെ കാക്കില്ലേ, നിങ്ങളുടെ ശരീരത്തെ കാക്കില്ലേ, നിങ്ങളുടെ തലമുറകളെ കാക്കില്ലേ, നിങ്ങളുടെ കുടുംബത്തെ കാക്കില്ലേ, നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളെ കാക്കില്ലേ? സന്തോഷത്തോടെ നിന്ന് സ്തോത്രം ചെയ്യാമോ? അവിടെ നിന്ന് പകൽ വിളിച്ചു പറയുന്നു, ഞാൻ നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ കാക്കും. അടുത്തത്
നിന്നെ ജനത്തിൻ്റെ നിയമമാക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? നീ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ആകാശത്തിൻ്റെ കിളിവാതിൽ അടയ്ക്കാൻ പറഞ്ഞപ്പോൾ, ആകാശം അടയ്ക്കാൻ പറഞ്ഞപ്പോൾ ഏലിയാവിൻ്റെ മുമ്പിൽ ആകാശം അടഞ്ഞില്ലേ? അതൊരു നിയമമായില്ലേ? ഞാൻ പറയാതെ മഞ്ഞും മഴ ഉണ്ടാവില്ല, ഒരു നിയമമായില്ലേ അത്? പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ആകാശം തുറന്നില്ലേ? വേറെ ആർക്കെങ്കിലും അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയോ? ഇതാണ് ദൈവം നിയമമാക്കുമെന്ന് പറഞ്ഞാൽ. സൂര്യ നീ ഗിബെയോനിലും ചന്ദ്രൻ നീ അയ്യനോൾ താഴ്വരയിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രൻ 2 സ്ഥലങ്ങൾ നിശ്ചലമായി നിന്നില്ലേ? യുദ്ധം ജയിക്കുവോളം. അതൊരു നിയമമല്ലേ? നീ ചിലത് വഴിമാറി പോകാൻ പറഞ്ഞാൽ, എൻ്റെ കൂടാരത്തിൻ്റെ അകത്തേക്കോ അടുത്തോട്ടോ വരരുതെന്ന് പറഞ്ഞാൽ, നീ ഓപ്പൺ ആകട്ടെ എന്ന് പറഞ്ഞാൽ, ആ ശക്തി മാറട്ടെ എന്ന് പറഞ്ഞാൽ, സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അതൊരു നിയമമാ. അതിനെതിരെ എത്ര സാത്താന്യ ശക്തികൾ ആക്രോശിച്ചാലും നടക്കില്ല നിന്റെ നാവിന്മേൽ ആ അധികാരത്തിൻ്റെ ശക്തി. നീ ഒരു നിയമമാകാൻ പോയാ. നീ എഴുന്നേറ്റ് നിന്നിട്ട് പറയണം, ഇന്നത് സംഭവിക്കട്ടെ, യഹോവ തുറന്നു വരട്ടെ, സൗഖ്യമാകട്ടെ, സമാധാനം വരട്ടെ, അത് മാറിപ്പോകട്ടെ, അത് നിശ്ചലമാകട്ടെ, അത് ചലിക്കട്ടെ, ഉളവായി വരട്ടെ, ആ ബാന്ധവങ്ങൾ പൊട്ടിമാറട്ടെ എന്ന് നീ പറഞ്ഞാൽ അതൊരു നിയമം പോലെ സംഭവിക്കും. നിയമത്തെ ധിക്കരിച്ച വീരറിയില്ലേ? അധികാരങ്ങളല്ലേ നിയമം കൊണ്ടുവരുന്നത്. അങ്ങനെ ഏതെങ്കിലും അധികാരി നിയമം കൊണ്ടുവന്നാൽ അതിനെ ധിക്കരിച്ചാൽ അതിൻ്റെ തിക്തഫലം വരും. അങ്ങനെയെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന നിയമത്തെ ധിക്കരിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ധിക്കരിക്കുന്നവൻ അതിൻ്റെ എഫക്റ്റ് അനുഭവിക്കും. പ്രിയരെ, ഇതാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് പറയാനുള്ളത്. നിന്നെ ദൈവം ഒരു നിയമമാക്കാൻ പോകുക. അതൊന്ന് പ്രാക്ടീസ് ചെയ്യുമോ? നമ്മൾ രോഗത്തോട് പറ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് മാറാൻ പറ. സാമ്പത്തിക തകർച്ചയോട് ഇനി അത് സംഭവിക്കരുത് പറ. നാളുകളായി പിന്തുടർന്ന ചില ശക്തികളോട് പറ, ഇനി അത് സംഭവിക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കമാൻഡ് ചെയ്യുന്നു, അത് നിയമം വരട്ടെ. കുടുംബങ്ങളിൽ നീ ഒരു നിയമമാവും. നീ പറഞ്ഞാൽ അതുപോലെ കേൾക്കും. കീഴടങ്ങാത്ത ചില ശക്തികൾ കീഴടങ്ങും. മുട്ടുമടക്കാൻ പോകുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ അധികാരങ്ങളോട് വിളിച്ചു പറ. ദാനിയേൽ പറഞ്ഞാൽ അത് സംഭവിച്ചില്ലേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതുപോലെ അഭിഷക്തന്മാർ, ദേവദാസിദാസന്മാർ പ്രാർത്ഥിക്കുന്നവരൊക്കെ ദൈവം നിങ്ങളെ ഒരു നിയമമാക്കാൻ പോകുക. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കരം പിടിച്ച് നടത്തും. ഞങ്ങളുടെ കരത്തിൽ പിടിച്ചവൻ സർവശക്തനായിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി ഞങ്ങളുടെ സർവശക്തിയോടെ നിയോഗത്തോടെ നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ അഴിയട്ടെ. ഞങ്ങളെ നിയമമാക്കി മാറ്റി ദേശത്ത് ഞങ്ങളെ അടയാളമാക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, നിയമമാക്കി മാറ്റുന്ന, ദേശത്ത് അടയാളമാക്കി മാറ്റുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ പാസ്ബിറ്റുമോ.